ഹലോ കൂട്ടുകാരെ, ബിക്യു ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുസാറ്റ് എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ കൂടുതൽ പ്രീവിയസ് ഇയർ ചെയ്യുക കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, നമ്മുടെ സ്കോർസ് ഇൻക്രീസ് ആവും. അപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്സിൻ്റെ മെയിനായിട്ട് പ്രീവിയസ് ചെയ്യുന്നത് മാത്രമല്ല, പഠിക്കാത്ത ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമല്ല. വെച്ചാൽ ചില പ്രീവിയസ് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചില ഓപ്ഷനിൽ ആ ഓപ്ഷനായിട്ട് വരും. അപ്പം നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാലോ. അതുപോലെ നമുക്ക് എലിമിനേഷൻ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് PYQs ചെയ്യുന്നത് ഉപകാരപ്പെടും. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കുറച്ച് പേപ്പേഴ്സൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ആദ്യം 2025 കഴിഞ്ഞ കൊല്ലത്തെ PYQ ചെയ്യും. അതിനുശേഷം 2024 നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഇയേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നുകിൽ ഒരു ലൈവോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോകും. എന്ന് വെച്ചാൽ നിറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ പെട്ടെന്ന് ആൻസർ ക്വിക്ക്ലി സോൾവ് ചെയ്യാന്നുള്ള ആൻസർ ആയിട്ട് ഉണ്ടാവുക. എന്ന് വെച്ചാൽ സ്ലൈഡ് വൈസ് ആയിട്ട് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ അടുത്ത അതിൻ്റെ ആൻസർ. ഓക്കെ, അങ്ങനെ ഒരു രീതിക്കാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത സ്ലൈഡിൽ അതിൻ്റെ ആൻസർ സ്പീഡ് എങ്ങനെ അതിൽ ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യുന്നുള്ള ആൻസേഴ്സാണ് ഉണ്ടാവുക. കൂടാതെ സിമ്പിളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് വെച്ചാൽ ചിലപ്പോൾ സാധാ സിമ്പിൾ ഇക്വേഷൻ ആയിരിക്കുക. ആ സിമ്പിൾ ഇക്വേഷൻ ആണെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് എങ്ങനെ ആൻസർ എത്തി എന്നുള്ള സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ നൽകുക. നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല, ജസ്റ്റ് ആ സ്ലൈഡ് വൈസ് ആയിട്ടാണ് നമ്മൾ ഇടണേ. ഇപ്പോൾ കൂട്ടുകാർക്ക് അത് വീഡിയോ സൊല്യൂഷൻ ആയിട്ട് എന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഇടണമെങ്കിൽ അത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അത് ഓരോ വീഡിയോസ് ഓരോ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് അത് വലിയ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ലൈവായിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും നമ്മളായിട്ടില്ല. ഓക്കെ, ലൈവ് ചെയ്യാം, പക്ഷെ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ലൈഡ് വൈസ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ വീഡിയോ വൈസ് എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും നമ്മൾ പറയാം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു പേപ്പറിൽ സോൾവ് ചെയ്യുന്നത്. ആ രീതിക്ക് തന്നെ ചെയ്യാമെന്ന് ആണെങ്കിൽ അങ്ങനെ ഓക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോൾ ചെയ്യുക. നമ്മൾ എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് സൊല്യൂഷൻസ് എന്ന് വെച്ചാൽ സൊല്യൂഷൻസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആൻസർ മാത്രമാണോ അതോ ആൻസർ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് കാണിക്കണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അവിടെ പോയിട്ട് പോൾ ചെയ്യുക. പിന്നെ കമൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൈവ് അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ടൈമിൽ നമ്മൾ മുന്നേ അറിയിക്കും. അതിനനുസരിച്ച് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഷെഡ്യൂൾ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് വെച്ചാൽ ഞാൻ അവിടെ ലൈവ് ചാറ്റ് എന്ന് വെച്ചാൽ പ്രീമിയർ ആയിട്ടാണ് ഇടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലൈവ് ചാറ്റ് നമ്മൾ നോക്കുക. ആ സമയത്ത് നിങ്ങളുള്ള ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇടുന്ന സമയത്ത് അത് നോട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യും. എന്ന് വെച്ചാൽ ആ ടഫുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, എന്ന് വെച്ചാൽ ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് സോൾവ് ചെയ്ത് സമയം കളയണ്ടല്ലോ. അപ്പോൾ ഞാൻ ടഫുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്തിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളത് ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം നല്ലത്. അപ്പോൾ പോവില്ല, ലൈവ് ചാറ്റ് വെച്ചാൽ ഓരോന്നെടുത്തിട്ട് വായിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കമൻറ്റിൽ നിങ്ങൾക്ക് ടഫുള്ള ക്വസ്റ്റ്യൻസ് കമൻറ്റിനെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് സെപ്പറേറ്റ് വീഡിയോ സൊല്യൂഷൻ ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് തീരെ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ മറ്റേത് മാക്സിമം നോക്കാം. അത് കൂട്ടുകാരെ അഭിപ്രായങ്ങൾ എന്തായാലും പോൾ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ തന്നെ സോൾവ് ചെയ്യണില്ല, ജസ്റ്റ് നിങ്ങൾ അഭിപ്രായം പറയും. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് മുതൽ തന്നെ സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ ലിങ്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കൂട്ടുകാർക്ക് ഇപ്പോൾ ലൈവ് കണ്ടിട്ട് വെറുതെ മടുപ്പായിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ലൈവിൽ ആ ലിങ്ക് നമ്മൾ ഇടും. അപ്പോൾ ആ ലിങ്കിൽ നേരെ പോയിട്ട് നിങ്ങൾക്ക് ആ സംഭവം ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം ഇരുന്നിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക. എന്ന് വെച്ചാൽ കറക്റ്റ് സൊല്യൂഷൻസും കറക്റ്റ് സിമ്പിൾ മെത്തേഡ് ഉണ്ടാവും. നിങ്ങൾ ആ സൊല്യൂഷൻ ചെയ്ത് പഠിക്കുക വെച്ചാൽ നിങ്ങൾ സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോർ ഇമ്പ്രൂവ് ആവും. നമ്മൾ ഓരോരോ സ്ലൈഡ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായി വീഡിയോസ് എത്രയും പെട്ടെന്ന് ലഭിക്കാനായി ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് എനേബിൾ ചെയ്തിടുക. പിന്നെ നമ്മൾ ഏകദേശം നേരത്തെ പറഞ്ഞത് 1 ലക്ഷം സബ്സ്ക്രൈബ്സ് അടിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. കാരണം എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാണ് എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.